ഗിറ്റാർ വെസ്റ്റേൺ ഫസ്റ്റ് ക്ലാസ് ആണ് ഇന്ന് ഞാൻ എടുക്കുന്നത്. ഗിറ്റാർ ആദ്യം നമുക്കൊന്ന് പരിചയപ്പെടാം. ഇത് അക്കോസ്റ്റിക് ഗിറ്റാർ ആണ്. ഗിറ്റാറിൽ 6 സ്ട്രിങ്ങുകളാണ് ഉള്ളത്. ഫസ്റ്റ് സ്ട്രിങ്ങിനെ പറയുന്ന പേര് ഇ, സെക്കൻഡ് സ്ട്രിങ് ബി, തേർഡ് സ്ട്രിങ് ജി, ഫോർത്ത് സ്ട്രിങ് ഡി, ഫിഫ്ത്ത് സ്ട്രിങ് എ, സിക്സ്ത് സ്ട്രിങ് ഇ. ഇതാണ് ഫിംഗർ ബോർഡ്. നമ്മൾ വായിക്കാനുള്ള, നമ്മുടെ ഇടത് കൈ കൊണ്ടാണ് വായിക്കാനുള്ള സ്പേസ് ആണ് ഈ ഫിംഗർ ബോർഡ്. ഫിംഗർ ബോർഡിൽ 6 സ്ട്രിങ്ങുകളും അതുപോലെ ഈ കാണുന്നതിന് പറയുന്ന പേര് ഫ്രെറ്റ് എന്നാണ്. ഫ്രെറ്റ്. ഇത് ഫസ്റ്റ് ഫ്രെറ്റ്, സെക്കൻഡ് ഫ്രെറ്റ്, തേർഡ് ഫ്രെറ്റ്, ഫോർത്ത് ഫ്രെറ്റ്, 12th ഫ്രെറ്റ്, അങ്ങനെ ഫ്രെറ്റുകളാണുള്ളത്. അപ്പോൾ ഓരോ ഫ്രെറ്റിൽ നമ്മൾ ഫിംഗർ ചെയ്യുമ്പോഴും ഓരോ ടോണാണ് വരിക. ഇത് ഓപ്പൺ ആയിട്ട് ചെയ്യുമ്പോൾ ഇത് ഇ ആണ്. ഫസ്റ്റ് സ്ട്രിങ് ഇ. ഫസ്റ്റ് ഫ്രെറ്റിൽ ഫിംഗർ ചെയ്യുമ്പോൾ തേർഡ് ഫ്രെറ്റ്, സിക്സ്ത് ഫ്രെറ്റ്, 12th ഫ്രെറ്റ്, ഇങ്ങനെ ടോണുകള് ഹൈ ആയിട്ട് കയറി പോകുന്ന ടോണുകളാണ് ഓരോ ഫ്രെറ്റിലും ഉണ്ടാവുക. ഇതുപോലെയാണ് നമ്മൾ ഫിംഗർ വയ്ക്കേണ്ടത്. അതായത് ഈ വിരലിന്റെ ഈ ഒരു ലൈന് കാണുന്നില്ലേ, ഇതാണ് നമ്മൾ ഗിറ്റാറിന്റെ ബാക്കിൽ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി വെക്കുന്നത്. ഇതൊരിക്കലും പൊക്കി വെക്കാൻ പാടില്ല, മടക്കി വെക്കാൻ പാടില്ല. ഇത് ഈ വിരലിൽ കാണുന്ന ഈ അടയാളം ഇവിടെ ടച്ച് ചെയ്യുക. നമ്മുടെ കൈയിന്റെ ഫസ്റ്റ് വിരൽ, ഈ ചൂണ്ട് വിരലാണ് നമ്മുടെ ഫസ്റ്റ് ഫിംഗർ. ഗിറ്റാർ വായിക്കുന്ന ഫസ്റ്റ് ഫിംഗർ, ദെൻ സെക്കൻഡ് ഫിംഗർ, തേർഡ് ഫിംഗർ, ഫോർത്ത് ഫിംഗർ. ഫസ്റ്റ് ഫിംഗർ, സെക്കൻഡ് ഫിംഗർ, തേർഡ് ഫിംഗർ, ഫോർത്ത് ഫിംഗർ. ഫസ്റ്റ് ഫിംഗർ ഫസ്റ്റ് ഫ്രെറ്റിൽ വെച്ചാൽ എഫ്, തേർഡ് ഫിംഗർ തേർഡ് ഫ്രെറ്റിൽ വെച്ചാൽ ജി. ഇ, എഫ്, ജി. വെസ്റ്റേണില് സ്റ്റാഫ് നൊട്ടേഷൻ ആണ് വരുന്നത്. സ്റ്റാഫ് നൊട്ടേഷനിൽ 5 ലൈൻസും അതുപോലെ 4 സ്പേസും ഉണ്ട്. ഇവിടെയാണ് നോട്ടിന്റെ പൊസിഷൻ വരിക. ഫസ്റ്റ് ലൈനിൽ നോട്ട് വരാം, ഫസ്റ്റ് സ്പേസിൽ വരാം, സെക്കൻഡ് ലൈനിൽ വരാം, സെക്കൻഡ് സ്പേസ്, അങ്ങനെ ഈ സ്പേസിലും ഈ ലൈൻസിലൊക്കെ നോട്ട് വരാം. ഫസ്റ്റ് സ്ട്രിങ് ഇ. ഗിറ്റാറിൽ ഫസ്റ്റ് സ്ട്രിങ് ഓപ്പൺ അടിച്ച് സ്ട്രൈക്ക് ചെയ്താൽ ഇ. അത് നൊട്ടേഷനിൽ വരുന്നത് 4th സ്പേസിലാണ് ഇ വരുന്നത്. അതുപോലെ എഫ്. ഗിറ്റാറിൽ ഫസ്റ്റ് ഫ്രെറ്റിൽ ഫസ്റ്റ് ഫിംഗർ കൊടുത്തു കഴിഞ്ഞാൽ എഫ്. നൊട്ടേഷനിൽ 5th ലൈനിൽ എഫ്. അതുപോലെ ജി. തേർഡ് ഫ്രെറ്റിൽ തേർഡ് ഫിംഗർ വന്നാൽ ജി. നൊട്ടേഷനിൽ എബോവ് 5th ലൈൻ, ഇവിടെ നോട്ട് വന്നാൽ ജി. ഫസ്റ്റ് ലെസണിലേക്ക് പോവാം. ഫസ്റ്റ് ലെസണിൽ ഇ ഓൾ നോട്ട് എന്ന് പറയും. അതായത് റിസീവ്ഡ് 4 ബീറ്റ്. റൗണ്ട് മാത്രം ഇട്ടാൽ ഓൾ നോട്ട് 1 2 3 4, ഇ 2 3 4, ഇ 2 3 4. അതുപോലെ എഫ് 2 3 4, എഫ് 2 3 4, ജി 2 3 4, അങ്ങനെ പോകും. അതുപോലെ ഹാഫ് നോട്ട് അടുത്ത ലൈനിൽ, അതായത് റൗണ്ടും ഒരു സ്റ്റെമ്മും ഇട്ട് കഴിഞ്ഞാൽ 2 ബീറ്റ് ആണ് ടൈം. ഹാഫ് നോട്ട് എന്ന് പറയും. ഇത് ഹാഫ് നോട്ടിന്റെ ലെസൺ ആണ്. ഇ 2 ഇ 4, ജി 2 ജി 4, അങ്ങനെ പോകും. അടുത്തത് ക്വാർട്ടർ നോട്ട് പറഞ്ഞാൽ കറുപ്പ് ഹെഡും സ്റ്റെമ്മും. റിസീവ് 1 ബീറ്റ്. ഇ ഇ എഫ് എഫ് ജി ജി, ഇ ഇ എഫ് എഫ് ജി ജി, എഫ് എഫ് ഇ, 1 ബീറ്റ് റെസ്റ്റ്. ഇവിടെ അതുപോലെ 2 ബീറ്റ് റെസ്റ്റിന്റെ സൈൻ ആണത്. ഇവിടെ 1 ബീറ്റ് റെസ്റ്റ്. ഈ ഫസ്റ്റ് ലെസണിൽ 3 ലൈനാണുള്ളത്. അതിന്റെ വളരെ വിശദമായിട്ട് ഞാൻ കാര്യങ്ങൾ പറഞ്ഞു. അതിന് 3ഉം ഒന്നിച്ച് ഞാൻ വായിക്കുകയാണ്. E 2 3 4, E 2 3 4, F 2 3
2 3 4 F2 3 4 F2 3 4 E2 E4 G2 G4 F2 F4 E2 3 4 E E F F G G E E F F G G F F E. ഇതോടുകൂടി ഒന്നാമത്തെ ലെസൺ ഇവിടെ അവസാനിക്കുന്നു. അടുത്തത് സെക്കൻഡ് ലെസണുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.